വെൽക്കം ടു ദി വിന്നേഴ്സ് അക്കാഡമി. NIOSലെ ഇംഗ്ലീഷിൽ 4th ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ചാപ്റ്റർ നെയിം ബോലി. ഈ കഥയിൽ ബോലി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതയാത്രയാണ് വിശദീകരിക്കുന്നത്. ഗ്രാമത്തിൻ്റെ ഒരറ്റത്ത് പാടങ്ങളുടെ നടുവിൽ ഒരു ചെറിയ വീട്. ആ വീട്ടിലെ ഏറ്റവും ഇളയ മകൾക്ക് ഒരു പേരുണ്ടായിരുന്നു, സുലേഖ. പക്ഷേ ആ പേര് വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവളെ വിളിച്ചത് ബോലി എന്നാണ്. അതിനർത്ഥം ഒന്നും മനസ്സിലാക്കാത്തവൾ, അബോധ അവസ്ഥ. K.A. അബ്ബാസ് എഴുതിയ ബോലി എന്ന കഥ ഒരു പെൺകുട്ടിയുടെ കഥ മാത്രമല്ല, അത് നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണാടിയാണ്. അവഗണനയിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്കുള്ള ഒരു പെൺകുട്ടിയുടെ നീണ്ട യാത്രയാണ് ഈ കഥ. രാമലാൽ ഗ്രാമത്തിലെ വരുമാന ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന് 7 മക്കൾ ഉണ്ടായിരുന്നു. 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. ഏറ്റവും ഇളയതാണ് സുലേഖ. സുലേഖ ജനിച്ചപ്പോൾ തന്നെ വീട്ടിൽ ആർക്കും സന്തോഷമുണ്ടായില്ല. കാരണം അവൾ ഒരു പെൺകുട്ടിയായിരുന്നു. സുലേഖയ്ക്ക് 10 മാസം പ്രായമുള്ളപ്പോൾ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണു. തലയിൽ നല്ല അടി. അതിനുശേഷം അവൾക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാതായി. 2 വയസ്സായപ്പോൾ വസൂരി വന്നു. ഒരാഴ്ച നീണ്ട പനി മാറിയപ്പോൾ മുഖം മുഴുവൻ കറുത്ത പാടുകൾ. സുന്ദരിയായിരുന്ന ആ കുഞ്ഞിന്റെ മുഖം വികൃതമായി. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിക്ക് അമ്മ എന്ന് പറയാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ 3 കാരണങ്ങളാൽ വീട്ടുകാർ അവളെ ബോലി എന്ന് വിളിക്കാൻ തുടങ്ങി. സഹോദരങ്ങൾക്ക് പുതിയ ഫ്രോക്ക് കിട്ടുമ്പോൾ ബോലിക്ക് ചെറിയ പെങ്ങളുടെ പഴയ ഫ്രോക്ക്. സഹോദരങ്ങൾക്ക് പാൽ കിട്ടുമ്പോൾ ബോലിക്ക് വെള്ളം. അമ്മ പോലും പറയും, ഇവളെ കൊണ്ട് ഒരു കാര്യവുമില്ല, ജീവിതകാലം മുഴുവൻ നമ്മുടെ തലയിൽ ഭാരമായിരിക്കും. കൂട്ടുകാർ അവളെ കാണുമ്പോൾ ചിരിക്കും. ബോലി വരുന്നു എന്ന് പറഞ്ഞു ഓടും. അങ്ങനെ ബോലി വളർന്നു, ഭയത്തോടൊപ്പം ഒച്ചപ്പെടുത്തലോടൊക്കെ. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ വാർത്ത. സർക്കാർ ഒരു പെൺകുട്ടികളുടെ സ്കൂൾ തുടങ്ങുന്നു. തഹസിൽദാർ രാമലാലിന്റെ വീട്ടിൽ വന്നു പറഞ്ഞു, നിങ്ങളുടെ എല്ലാ പെൺകുട്ടികളുടെയും സ്കൂളിൽ അയക്കണം, അല്ലെങ്കിൽ പിഴ അടക്കണം. രാമലാലിന് വിഷമമായി. പെൺകുട്ടികളെ പഠിപ്പിച്ച് എന്ത് കാര്യം? പക്ഷേ പിഴ അടക്കാൻ പണമില്ല. അങ്ങനെ എല്ലാ പെൺകുട്ടികളോടൊപ്പം ബോലിയെയും സ്കൂളിൽ വിടാൻ തീരുമാനിച്ചു. ബോലിയുടെ കൈയെ പിടിച്ച് അച്ഛൻ സ്കൂളിന്റെ ഗേറ്റിൽ കൊണ്ടുവന്ന് വിട്ടു. പഠിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞ് അച്ഛൻ പോയി. ബോലി ക്ലാസ്സിൽ കയറി. എല്ലാ കുട്ടികളും അവളെ നോക്കി ചിരിച്ചു. അവളുടെ മുഖത്തെ പാടുകൾ കണ്ട് അയ്യേ എന്ന് പറഞ്ഞു. ബോലി കരയാൻ തുടങ്ങി. എന്ന് തിരികെ കൊണ്ടുപോകൂ എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. ആ സമയത്താണ് അധ്യാപിക ക്ലാസ്സിലേക്ക് വന്നത്. അവരുടെ പേര് ആർക്കും അറിയില്ല.
പക്ഷേ അവർ ഒരു ദേവതയെ പോലെയായിരുന്നു. അധ്യാപിക എല്ലാവരെയും നോക്കി. പിന്നെ ബോലിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ തലയിൽ കൈവച്ച് ചോദിച്ചു, എന്താണ് പേര് കുട്ടി? ബോലി വിക്കി വിക്കി പറഞ്ഞു, സുലേഖ. അധ്യാപിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര നല്ല പേരാണ്. ഇനി മുതൽ ഞാൻ നിന്നെ സുലേഖ എന്ന് തന്നെ വിളിക്കും, ശരിയല്ലേ? ആ വാക്കുകൾ ബോലിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്നേഹവാക്കുകളായിരുന്നു. അധ്യാപിക എല്ലാ ദിവസവും ബോലിയെ പ്രത്യേകം ശ്രദ്ധിച്ചു, അക്ഷരം പഠിപ്പിച്ചു, കഥകൾ പറഞ്ഞു കൊടുത്തു. നിനക്ക് കഴിയും സുലേഖ, നീ ഒരു വലിയ ആളാകും എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. പതുക്കെ പതുക്കെ ബോലിയുടെ ഭയം മാറി. അവൾ പുസ്തകം വായിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ ആദ്യമായി സ്വയം കണ്ടു. ഞാൻ ഒരു മനുഷ്യയാണ്, എനിക്കും വിലയുണ്ട്. വർഷങ്ങൾ കടന്നുപോയി. ബോലി 20 വയസ്സായി. ഇപ്പോൾ അവൾ മാറിയിരുന്നു. മുഖത്തെ പാടുകൾ അതേപടി ഉണ്ടായിരുന്നെങ്കിലും കണ്ണുകൾ ഒരു തിളക്കമുണ്ടായിരുന്നു. സംസാരത്തിലെ വിക്ക് കുറഞ്ഞിരുന്നു. അവൾ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. പക്ഷേ ഒരു പ്രശ്നം, ബോലിയുടെ വിവാഹം. രൂപം നല്ലതായാത്തതുകൊണ്ട് ആരും അവളെ കെട്ടാൻ വന്നില്ല. ഒടുവിൽ ഒരു ബന്ധു പറഞ്ഞു, ഭിക്ഷാംബർ എന്നൊരാളുണ്ട്. പ്രായം 50 3 പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ടതാണ്. പക്ഷെ അയാൾക്ക് വലിയ സ്ത്രീധനം വേണം. രാമലാൽ വിഷമിച്ചു. പക്ഷേ നാട്ടുകാർ എന്തു പറയും എന്ന് പേടിച്ച് അയാൾ സമ്മതിച്ചു. 5000 രൂപ സ്ത്രീധനം ഉറപ്പിച്ചു. വീട് മുഴുവൻ ആളുകൾ. ബോലി പട്ടുസാരി ഉടുത്ത് മണ്ഡപത്തിൽ ഇരിക്കുന്നു. ഭിക്ഷാംബർ വന്നു. പ്രായമായ, തടിച്ച, മൂക്കത്ത് കണ്ണട വെച്ചൊരാൾ. അയാൾ ബോലിയുടെ മുഖത്തേക്കൊന്നു നോക്കി. പിന്നെ ഉറക്കെ പറഞ്ഞു, ഇതിന്റെ മുഖം ഇങ്ങനെയാണോ? ഞാൻ കേട്ടത് ഇത്ര മോശമല്ലോ. ശരി, അപ്പോൾ 5000 കൂടി വേണം. ആകെ 10000 തരണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകും. ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. രാമലാലിന്റെ മുഖം വാടി. അമ്മ കരഞ്ഞു. എല്ലാവരും വിചാരിച്ചു ബോലി സമ്മതിക്കും. അവൾക്ക് വേറെ വഴിയില്ലല്ലോ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പെട്ടെന്ന് ബോലി എണീച്ചു. വർഷങ്ങളായി താഴ്ത്തിരുന്ന അവളുടെ തല ഇപ്പോൾ ഉയർന്നു നിന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിലല്ല, ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു, അച്ഛാ, അമ്മേ, ഞാൻ ഇയാളെ കെട്ടില്ല. എല്ലാവരും ഞെട്ടി. എന്താ പറയുന്നത്? രാമലാൽ ചോദിച്ചു. ബോലി തുടർന്നു, പട്ടണത്തിനു വേണ്ടി എന്നെ വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മുഖം നോക്കി കൂടുതൽ പണം ചോദിക്കുന്ന ഒരാളോടൊപ്പം എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. ഇത് അപമാനമാണ്. ഞാൻ ഇത് സഹിക്കില്ല. മണ്ഡപത്തിലുണ്ടായിരുന്നവർ എല്ലാം മിണ്ടാതെ നിന്നു. ഭിക്ഷാംബർ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. രാമലാൽ വിറച്ചുകൊണ്ട് ചോദിച്ചു, പിന്നെ എന്ത് ചെയ്യും? ബോലി പറഞ്ഞു, ഞാൻ ഇനി കല്യാണം കഴിക്കില്ല അച്ഛാ. ഞാൻ ഈ സ്കൂളിൽ തന്നെ അധ്യാപികയായി ജോലി ചെയ്യും. നിങ്ങളെ ഞാൻ നോക്കും. അന്നു മുതൽ ഗ്രാമത്തിലെ ആളുകൾ ബോലിയെ നോക്കുന്ന രീതി മാറി. ബോലി എന്ന പേര് ആരും ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും ടീച്ചറമ്മ എന്നാണ് വിളിച്ചത്.
അതേ സ്കൂളിൽ തന്നെ അവൾക്ക് അധ്യാപികയായി. അവളെ പോലെ അവഗണിക്കപ്പെട്ട ഭയമുള്ള കുട്ടികളെ കണ്ടെത്തി അവൾ പഠിപ്പിച്ചു. അവൾ കുട്ടികളോട് പറയും, നിങ്ങളുടെ രൂപം നോക്കി ആരെങ്കിലും ചിരിച്ചാൽ ചിരിക്കട്ടെ. നിങ്ങൾ പഠിക്കൂ. നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം. രാമലാലും ഭാര്യയും ഇപ്പോൾ പോലിയെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ഞങ്ങളുടെ മകൾ എന്ന് അഭിമാനത്തോടെ പറയുന്നു. ഇനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. വൈ വാസ് സുലേഖ കോൾഡ് ബോലി? എന്തുകൊണ്ടാണ് സുലേഖയെ ബോലി എന്ന് വിളിച്ചത്? സുലേഖ വാസ് കോൾഡ് ബോലി ബിക്കോസ് ഷീ വാസ് സിമ്പിൾ, സ്ലോ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്റ്റാമേർഡ് വൈൽ സ്പീക്കിംഗ്. സുലേഖ ലളിതമായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ മന്ദഗതിയായിരുന്നു, സംസാരിക്കുമ്പോൾ വിക്കലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ ബോലി എന്ന് വിളിച്ചത്. What damaged Boli's speech? She fell from a coat as a child, injuring her brain, and later smallpox left her face was affected and she stammered. ബോലിയുടെ മുഖവും സംസാരവും എന്താണ് നശിപ്പിച്ചത്? ചെറുപ്പത്തിൽ ബോലി ഒരു കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് അടിയേറ്റു. അതുകൊണ്ട് അവളുടെ തലച്ചോറിന് പരിക്കേറ്റു. പിന്നീട് വസൂരി വന്ന് അവളുടെ മുഖം പാടുകളാൽ നശിച്ചു. അതുകാരണം അവളുടെ സംസാരവും ബാധിക്കപ്പെട്ടു, വിക്ക് ഉണ്ടായി. How did Boli's parents treat her compared to her sibling? മാതാപിതാക്കൾ ബോലിയോട് സഹോദരങ്ങളുമായി താരതമ്യം ചെയ്തപ്പോൾ എങ്ങനെ പെരുമാറി? His siblings were well cared for, but Boli were neglected, considered worthless and often ignored. അവളുടെ സഹോദരങ്ങളെ നന്നായി നോക്കി, പക്ഷേ ബോലിയെ അവഗണിച്ചു. അവളെ ഉപയോഗശൂന്യമായി കരുതി, എപ്പോഴും അവഗണിച്ചു. Why was Boli nervous about going to school? എന്തുകൊണ്ടാണ് ബോലി സ്കൂളിൽ പോകാൻ പേടിച്ചത്? മുമ്പ് ആരും അവളോട് ദയയോടെ പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് പരിഹാസിക്കപ്പെടുന്നതോ അടി കിട്ടുമെന്നോ അവൾ പേടിച്ചു. She had never been treated kindly before and faced being ridiculed or beaten. How did the teacher attitude affected Boli? The teacher's kindness and encouragement gave Boli confidence, making her feel valued and respected for the time. അധ്യാപകയുടെ പെരുമാറ്റം ബോലിയെ എങ്ങനെ ബാധിച്ചു? അധ്യാപകരുടെ ദയവും പ്രോത്സാഹനവും ബോലിക്ക് ആത്മവിശ്വാസം നൽകി. തനിക്ക് വിലയും ബഹുമാനവും ഉണ്ടെന്ന് ആദ്യമായി അവർക്ക് തോന്നി. What promise did Boli's teacher make? ബോലിയുടെ അധ്യാപിക എന്ത് വാഗ്ദാനമാണ് നൽകിയത്? The teacher promised to make Boli into a confident and respect woman through education.
വിദ്യാഭ്യാസത്തിലൂടെ ബോലി ആത്മവിശ്വാസമുള്ള ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ത്രീയാക്കി മാറ്റുമെന്ന് അധ്യാപിക വാഗ്ദാനം ചെയ്തു. Who was Bishambar and why did he agree to marry Boli? ബിഷാംബർ ആരായിരുന്നു? എന്തുകൊണ്ടാണ് അവർ ബോലിയെ കെട്ടാൻ സമ്മതിച്ചത്? ബിഷാംബർ ഒരു വൃദ്ധനും അത്യാഗ്രഹിയുമായി ആയ ആളായിരുന്നു. വലിയ സ്ത്രീധനത്തിന് പകരമായി മാത്രമാണ് അവൻ ബോലിയെ കെട്ടാൻ സമ്മതിച്ചത്. Bishambar was an elderly greedy man who agreed to marry Boli only in exchange for a large dowry. What did Bishambar demand on the wedding day? വിവാഹ ദിവസം ബിഷാംബർ എന്താണ് ആവശ്യപ്പെട്ടത്? ബോലിയുടെ പാടുകളുള്ള മുഖം കണ്ടപ്പോൾ ബിഷാംബർ അധികമായി 5000 രൂപ സ്ത്രീധനം കൂടി ആവശ്യപ്പെട്ടു. On seeing Boli's scattered face, Bishambar demanded an additional dowry of 5000 rupees. How did Boli react to Bishambar agreed? ബിഷാംബറിന്റെ അത്യാഗ്രഹത്തോട് ബോലി എങ്ങനെ പ്രതികരിച്ചു? She boldly refused to marry him and saying she would not accept such humiliation. ബോലി ധൈര്യമായി അവനെ കെട്ടാൻ വിസമ്മതിച്ചു. ഇത്തരത്തിലുള്ള അപമാനം ഞാൻ സഹിക്കില്ലെന്ന് അവൾ പറഞ്ഞു. What changes had education brought in Boli? ബോലി എന്ന കഥ ഏത് സാമൂഹിക സന്ദേശമാണ് നൽകുന്നത്? വിദ്യാഭ്യാസം ബോലിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? വിദ്യാഭ്യാസം ഭയമുള്ള അക്ഷരമായ ഒരു പെൺകുട്ടിയെ ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയാക്കി മാറ്റി. ബോലി എന്ന കഥ ഏത് സാമൂഹിക സന്ദേശമാണ് നൽകുന്നത്? വിദ്യാഭ്യാസം സ്ത്രീകളെ ശാക്തീകരിക്കുന്നു, അന്യായത്തിനെതിരെ പോരാടാൻ അവരെ സഹായിക്കുന്നു എന്നും രൂപത്തെയോ പണത്തെയോ നോക്കിയല്ല, മറിച്ച് മാന്യത വെച്ച് സ്ത്രീകളെ ബഹുമാനിക്കാൻ സമൂഹത്തെ പഠിപ്പിക്കുന്നു എന്നുമാണ് ഈ കഥയുടെ സന്ദേശം. What social message does the story Boli convey? The story highlights the education empower women, help them fight injustice, and teaches society to respect them from the dignity, not beauty or wealth. Thank you all. എല്ലാവരും പഠിക്കുക. ഈസി ചാപ്റ്ററാണ്. വീഡിയോ കണ്ട് നന്നായി മനസ്സിലാക്കുക. എക്സാം നല്ല വൃത്തിയിൽ എഴുതുക.